ഹലോ ഗൈസ്, എല്ലാവർക്കും മേത്ര അക്വാട്ടിക്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്രീൻ വെയിൽ ടെയിൽ സീബ്രാസിൻ്റെ ബ്രീഡിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തതായി നമ്മുടെ വെയിൽ ടെയിൽ സീബ്രാസിനെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഫിഷസിന് നല്ല എഗ്ഗ് ലോഡായി നല്ല കൗണ്ടിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെയിൽസ്. ഇവിടെ ഞാൻ 3 മെയിലും 2 ഫീമെയിലും എന്ന റേഷ്യോയിലാണ് ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്നത്. വെയിൽ ടെയിൽ സീബ്രാസിൽ മെയിലും ഫീമെയിലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, മെയിലിന് ഫീമെയിലിനെ അപേക്ഷിച്ച് കുറച്ച് ഫിൻസൊക്കെ കൂടുതലായിരിക്കും. അതുപോയിട്ട് ഫീമെയിൽസിന് മെയിലിനെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റൊമക്ക് കുറച്ച് ബൾജായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വെയിൽ ടെയിൽ സീബ്രാസിൻ്റെ ഫീമെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം, ഫീമെയിൽസിൻ്റെ സ്റ്റൊമക്ക് കുറച്ച് ബൾജായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ വെയിൽ ടെയിൽ സീബ്രാസിൻ്റെ 3 മെയിലും 2 ഫീമെയിലുമാണ് ബ്രീഡിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഇതിനു വേണ്ടിയുള്ള ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ ബേസിനിലാണ് നമ്മൾ വെയിൽ ടെയിൽ സീബ്രാസിനെ ബ്രീഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെയിൽ ടെയിൽ സീബ്ര ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വെള്ളം കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം സെറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ വെയിൽ ടെയിൽ സീബ്രാസിൻ്റെ മെയിലിനെ സെപ്പറേറ്റ് ടാങ്കിലും ഫീമെയിലിനെ സെപ്പറേറ്റ് ടാങ്കിലുമാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. വെയിൽ ടെയിൽ സീബ്രാസിൻ്റെ ബ്രീഡിങ്ങിൻ്റെ 2 ആഴ്ച മുമ്പേ തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടീഷനായിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത് ലൈവ് ഫീഡ്സ് ആണ്. നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടീമിയയും മൊയിനയുമാണ്. അടുത്തതായി ഇതിൻ്റെ തുടർന്നുള്ള പാർട്ട് അടുത്ത വീഡിയോ ആയി വരുന്നതാണ്.